വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ചിക്കൻ ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് ഒരു ദോശ ബാറ്റർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം വീറ്റ് ഫ്ലോർ എടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ബാറ്റർ ആയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചിക്കൻ ഉണ്ട്. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തെടുത്തതാണ്. ഇത് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് സവാള വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, റെഡ് ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ, ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഈ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില. മല്ലിയില ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിൽ തന്നെയാണ് ഞാൻ ചട്ടിപ്പത്തിരി റെഡിയാക്കുന്നത്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ പരത്തിയെടുക്കാം. ഒരു സൈഡ് കുക്കാവുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവും ദോശയാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ ദോശയെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല നൈസായിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട് ഒരു ബൗളില്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ബാക്കി ദോശയിലും മസാലയിലും ഒക്കെ ഉപ്പുള്ളത് കൊണ്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 1/4 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചട്ടിപ്പത്തിരി അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഓരോ ദോശയായിട്ട് ഈ എഗ്ഗിൻ്റെ മിക്സ്ചറിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ്റെ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വീണ്ടും ദോശ എഗ്ഗിൻ്റെ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും മുകളിൽ വെച്ച് കൊടുക്കാം. അതുപോലെ ലെയർ ആക്കിയിട്ട് എടുക്കാം.
ഇനി ഈ ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിനെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ്. ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.